സന്ധ്യാനേരമായാൽ നിലവിളക്ക് തെളിയിക്കാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലേ? നെഗറ്റിവിറ്റി ആകുന്ന ഇരുട്ടിനെ മാറ്റി പോസിറ്റിവിറ്റി ആകുന്ന വെളിച്ചം കൊണ്ടുവരിക എന്നാണ് നിലവിളക്ക് കത്തിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് നിലവിളക്ക്. വെറും ഒരു വഴിപാടെന്ന പോലെ രാവിലെയും വൈകിട്ടും ഒക്കെ നിലവിളക്ക് കത്തിക്കാതെ ഈ നിലവിളക്ക് കത്തിക്കുന്നതിന് ചില ചിട്ടകളും രീതികളും ഒക്കെയുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നിലവിളക്കിൻ്റെ മഹത്വം എന്താണ് നിലവിളക്ക്, എന്താണ് അതിൻ്റെ സങ്കല്പം എന്ന് നോക്കാം. നിലവിളക്കിൻ്റെ അടിഭാഗത്തിനെ ബ്രഹ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. നടുവിലെ ഭാഗം അതായത് തണ്ട് മഹാവിഷ്ണുവിനെ, മുകൾ ഭാഗം മഹാദേവനെ, തിരിയുടെ നാളം ലക്ഷ്മി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. തിരിയുടെ പ്രകാശമാകട്ടെ സരസ്വതി ദേവിയെ, നാളത്തിൻ്റെ ചൂട് പാർവതി ദേവിയെ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദേവീ ദേവന്മാരുടെയും നിലകൊള്ളുന്ന ഒരിടമാണ് നിലവിളക്ക്. ആ നിലവിളക്കിനെ അത്രയും ശുദ്ധിയോടെ, അതായത് മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഒക്കെ അത്രയും ശുദ്ധിയോടുകൂടി വേണം നമ്മൾ പരിപാലിക്കാനും നിലവിളക്ക് തെളിയിക്കാനും. നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിളക്ക് കൊളുത്തുന്ന സ്ഥലം, അവിടം തുളസി ഇല കൊണ്ട് വെള്ളം തളിച്ച് ശുദ്ധീകരിച്ചിട്ട് വേണം നിലവിളക്ക് തെളിയിക്കാനായിട്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിലവിളക്ക് നമ്മൾ വെറും തറയിൽ നിലത്ത് വെക്കാറില്ല. പകരം ഒരു പീഠത്തിലോ തട്ടത്തിലോ ആണ് നിലവിളക്ക് വെച്ച് കൊളുത്തുക. ഇതെന്തുകൊണ്ടായിരിക്കും? അതായത് ചൈതന്യ സ്രോതസ്സിൻ്റെ ഭാരം ഭൂമി ദേവിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഇതുകൊണ്ടാണ് നമ്മളൊരു തട്ടത്തിലോ വെറും നിലത്ത് നേരിട്ട് നിലവിളക്ക് വെക്കാതെ ഒരു തട്ടത്തിലോ പീഠത്തിലോ ആക്കിയിട്ട് നിലവിളക്ക് വെച്ച് തെളിയിക്കുന്നത്. ഈ നിലവിളക്ക് ഓട്, പിച്ചള, സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ അത്യുത്തമം. അതുപോലെ ഒത്തിരി അലങ്കാരപ്പണികളും കൊത്തുപണികളും ഒന്നും ഇല്ലാത്ത വിളക്കുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായി കരുതപ്പെടുന്നത്. നിലവിളക്കിന് മുൻപിൽ ശുദ്ധജലം, ഓട്ടുകിണ്ടിയിൽ വെച്ച ശുദ്ധജലം, അതുപോലെ പൂവ്, ചന്ദനത്തിരി ഇവയൊക്കെ വെക്കുന്നത് അത്യുത്തമമാണ്. നമ്മൾ ഈ നിലവിളക്ക് കത്തിക്കുമ്പോൾ അതിലുണ്ടാവുന്ന അശുദ്ധി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു അശുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഒക്കെ വരിച്ചിട്ട് വേണം നിലവിളക്ക് കൊളുത്താൻ എന്ന് പറയുന്നത്. ഇത്രയും ശ്രേഷ്ഠമായ നിലവിളക്കിനെ നമ്മൾ ദിനവും കഴുകി വൃത്തിയാക്കി മിനുക്കി നിലവിളക്ക് തെളിയിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെ.